വിവാഹത്തിന് പുറത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീ പുരുഷന് വരുന്ന പ്രയാസങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ തുടർമാനമായിട്ട് നമ്മളിപ്പോഴും ചിന്തിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അവർ ആ ബന്ധത്തിൻ്റെ എക്സ്റ്റസിയിൽ, ആ സെക്സിൻ്റെ എക്സ്റ്റസി ആകുന്ന ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അൺക്ലീൻ സ്പിരിറ്റ് ഉള്ളിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു. സോ അത് നിങ്ങൾ ബാക്കി നേരത്തെയുള്ള എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും. ഇറ്റ് എംപവേഴ്സ് ജെസിബേലിനെ അത് എംപവർ ചെയ്യാണ്. ജെസിബേൽ അതിനെ കുറച്ചുകൂടെ ഹയർ ഡിഗ്രിയിലുള്ള ഒരു സ്പിരിറ്റാണ്. അതായത് മിനിസ്ട്രി ഓഫ് എ ഗ്രേറ്റ് ഹാർലറ്റ്. അതൊരു ഒരു വേശ്യയുടെ ഒരു വലിയൊരു മിനിസ്ട്രി ആണത്. ഓക്കെ, അതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതങ്ങളിലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലുള്ള അനോയിൻറ്റിങ് നഷ്ടപ്പെടും, ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടും. അവരുടെ ഗിഫ്റ്റ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോകും. അവരുടെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെയായി പോവും. പരിശുദ്ധാത്മാവുമായിട്ട് നിറയുന്നതും പരിശുദ്ധാത്മാവിൻ്റെ നടത്തുന്നതും ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ദൈവത്തിൻ്റെ മക്കൾ, ഇറ്റ് ഡിസ്ട്രോയ്സ് ഗോഡ്സ് പീപ്പിൾ. ദൈവത്തിൻ്റെ മക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിച്ച് കളയും. അവരുടെ പഠിപ്പിക്കലുകളും ഒക്കെ ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഈ വേശ്യയുടെ എന്ന് വെച്ചാൽ ജെസിബേലിൻ്റെ ആ സ്പിരിറ്റായിരിക്കും ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ദെയർ മാരേജ് വിൽ നോട്ട് സർവൈവ്. ഏതെങ്കിലും രീതിയിൽ മാരേജിനകത്ത് പ്രയാസങ്ങൾ വരും. അത് കോൺസ്റ്റൻ്റായിട്ട് ഇതിനുള്ള ഡിസയർ ഔട്ട് ഓഫ് എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിനുള്ള ഡിസയർ കൂടിക്കൊണ്ടിരിക്കും. ഒരാൾ മാത്രം നിൽക്കത്തില്ല, അതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതിന് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇതൊരു നിയമമാണ്, സ്പിരിച്വൽ ലോയാണ്. സ്പിരിച്വൽ ലോ എന്ന് പറയുമ്പോൾ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന അതിൽ നിന്ന് വിഭിന്നമായി ചെയ്തു കഴിയുമ്പോൾ ദൈവം എന്ത് തന്നിരിക്കുന്നോ അതിന് വിഭിന്നമായി, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി ചില കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിശാചിന് അവിടെ അധികാരം കൊടുത്തിരിക്കുകയാണ്. പിശാചിനത് ചെയ്യാം. അതൊരു സ്പിരിച്വൽ ലോ ആണ്. സോ നമ്മുടെ പഴയ നിയമപ്രകാരം ആ സ്പിരിറ്റിന് പറയുന്ന ഓയിൽ എന്നാണ്. ഓയിൽ പോവും, ഫയർ നഷ്ടപ്പെടും, നമ്മുടെ കോളിങ് പോവും, നമ്മുടെ പ്രെയർ ലൈഫ് പോവും. ഇതെല്ലാം നമുക്ക് ഇല്ലാതെയായിത്തീരും. അതുപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസും നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ ഡിമോണിക് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാറ്റ്ലിങ് ഫോർ ദ റെസ്റ്റ് ഓഫ് അവർ ലൈഫ്, നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ രീതിയിലുള്ള പാപത്തിനെ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഈ രീതിയിലുള്ള പാപത്തിൽ അകപ്പെട്ടവർ കർത്താവിനെ അറിഞ്ഞ ശേഷം ഈ സീക്രട്ട് സിന്നിൽ ബാറ്റ് ചെയ്യുന്നതായിട്ട് കാണും. ദിവസവും കരച്ചിൽ നിലവിളിയാണ്. കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പാപത്തിൽ വീണ്ടും വീണ്ടും വീഴാനുള്ള സാധ്യത കൂടി വരികയാണ്. എന്നുവെച്ചാൽ ഈ പൈശാചി ശക്തിയിൽ ഒരു കോട്ട നിങ്ങൾക്ക് ചുറ്റും കെട്ടും. നിങ്ങൾ സുവിശേഷ പ്രവർത്തനത്തിലാണെങ്കിൽ ദൈവവചനത്തിനെതിരാവും. നിങ്ങളെ സഹായിക്കാനായിട്ട് വിക്കറ്റ് പ്രൊഫറ്റ്സും ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അവർ ടീമായിട്ട് നിങ്ങളെ അസോസിയേറ്റ് ചെയ്യും. കാരണം എന്തായാലും കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ പറയും കർത്താവ് ഇതിനെല്ലാം പേ ചെയ്തിട്ടുണ്ട്, കർത്താവ് ഇതെല്ലാം നമുക്ക് വേണ്ടി എല്ലാം കാൽവറിയിൽ വഹിച്ചാണ്, അതുകൊണ്ട് സാരമില്ല, ഇതങ്ങ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല, ഏറ്റുപറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സ്പിരിച്വൽ വേൾഡിൽ ഒരു സ്പിരിച്വൽ ഹസ്ബൻഡും സ്പിരിച്വൽ വൈഫുമായിട്ടുള്ള പുതിയൊരു ഓൾട്ടർ റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് നമ്മൾ ഈ കാണുന്ന പ്രതലത്തിലല്ല, ആത്മീയ പ്രതലത്തിൽ സോൾ വിൽ ബി സോൾ ടു ഡെമോണിക് കവനൻസ്. ഡെമണിൻ്റെ പൈശാചികമായിട്ടുള്ള ആ ലോസിനകത്ത് നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ദേഹിയെ വിൽക്കുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ളതിൽ വ്യാപരിക്കുന്ന ഡെമോണിക് സ്പിരിറ്റ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തോ സംസാരിക്കുന്നത്? നിങ്ങളെ ചെയ്യുന്ന പാപമെല്ലാം ജസ്റ്റിഫൈ ചെയ്യും.
നിങ്ങൾ ചിലപ്പോൾ പാപം ഏറ്റുപറഞ്ഞ് അതിനെ ഉപേക്ഷിച്ചെന്നിരിക്കും. എന്നാൽ ആത്മീയ നിയമം അനുസരിച്ച് നിങ്ങളെ ആ ഡമൺ വിട്ടുപോകത്തില്ല. അത് പലപ്പോഴും നിങ്ങൾ വിചാരിക്കുക, എന്താണ് ഞാനിതെല്ലാം ഏറ്റു പറഞ്ഞാലോ പിന്നെ ഇത് വരുന്നത് എന്താണ്? ഈ ഈവിൾ സ്പിരിറ്റിനൊന്നും യേശുവിനെ ഒന്നും പേടിയൊന്നുമില്ല. മത്തായി 4-ാം അധ്യായത്തിൻ്റെ 1-11 വരെ യേശുവിനെ പരീക്ഷിക്കാൻ പോകുന്ന പിശാചിനെ നമുക്ക് കാണാം. യേശുവിനോട് അവനെ നമസ്കരിക്കാൻ പിശാച് പറഞ്ഞ് പരീക്ഷിച്ചു. നിങ്ങൾ വിചാരിക്കും യേശു എന്നെ സ്വതന്ത്രനാക്കി, ഐ ആം ബോൺ അഗെയിൻ, ഞാൻ ബോൺ അഗെയിനാണ്, യേശു എന്നെ സ്വതന്ത്രനാക്കി, അതുകൊണ്ട് സാത്താൻ ഓടിപ്പോകും എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരിക്കൽ അവൻ നിങ്ങളിൽ ആധിപത്യം നടത്തിയാൽ അവൻ ക്രമേണ നിങ്ങളുടെ തീ അണയ്ക്കും. കാരണം തീ അവന് പേടിയാണ്. യേശു ചെയ്തത് കൊലോസ്യർ 1:13-14 വാക്യം, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമുള്ള വീണ്ടെടുപ്പുണ്ട്. ഈ പാപമോചനം കർത്താവ് ചെയ്തു. ദാറ്റ് ഈസ് ദ ബേസിക് റിഡംറ്റീവ് മിഷൻ ഓഫ് ക്രൈസ്റ്റ്. യോഹന്നാൻ 3:16 പാപം നമ്മളെ മാറ്റി. എന്നാൽ ഈ പിശാചുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ ചെയ്തത്? അതിന് നമുക്ക് ആത്മീയമായിട്ടുള്ള ആയുധങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാനത് പല പ്രാവശ്യം പറയുന്നുണ്ട്, വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുക. എഫേസ്യർ 6:11 തൊട്ടുള്ള വാക്യങ്ങളിൽ ആത്മീയ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ ഈവിൾ സ്കീമിൽ അതിന് എഗൻസ്റ്റായിട്ട് റെസ്ല് ചെയ്യാനായിട്ട് ദൈവം നമുക്ക് ആത്മീയ ആയുധങ്ങളെ തന്നിട്ടുണ്ട്. അവനെ ഓടിച്ചു വിടാനായിട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ് പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്, ബോധ്യപ്പെടുത്താനായിട്ട്, അവരെ കാസ്റ്റ് ചെയ്ത് പുറത്താക്കാനായിട്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞാണ്, രോഗികളെ മത്തായി 10:8 രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, കാസ്റ്റ് ഔട്ട് ഡെവിൾസ്. ഇതെല്ലാം ഇത് യേശുക്രിസ്തു വന്ന് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കാനായിട്ടും ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഐ ഹാവ് ടു ഫൈറ്റ് മൈ ഓൺ ബാറ്റിൽ. എൻ്റെ യുദ്ധം ഞാൻ തന്നെ ചെയ്യണം എന്നെ രക്ഷിക്കുവാനായി. എനിക്കതിനു വേണ്ടി ഉള്ള ആയുധങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൈശാചികമായിട്ടുള്ള ഈ നമ്മളെ ലെറി ചെയ്യുന്ന, നമ്മളെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന ഫ്രീക്വൻസീസ് തരുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഈ അങ്ങോട്ട് നോക്കൽ, അതുപോലെ ഈ പ്രൈവറ്റ് പാർട്ടുകളിലേക്ക് നോക്കുക, ആഗ്രഹിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നമ്മുടെ എല്ലാ ദുർനടപ്പും ഇല്ലായ്മ ചെയ്യണം. ഇതെല്ലാം തന്നെ പൂർണ്ണമായിട്ട് ഈ ഡെമൺസ് നിറഞ്ഞിരിക്കുകയാണ്. അവർ നമ്മുടെ ഫ്ലഷിൽ കൂടി അത് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് നമ്മളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഡെസ്റ്റിനീസ്, നമ്മുടെ ഭാവി എല്ലാം തന്നെ, നമ്മുടെ ഫോക്കസ് എല്ലാം മാറിപ്പോവും. അതെല്ലാം നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, അനേക ദൈവദാസന്മാർ വീണുപോയ ഒരു മേഖലയാണത്. അതുകൊണ്ട് ഈ ഈവിൾ സ്പിരിറ്റ്, ഈ മറൈൻ സ്പിരിറ്റ്, ഇത് ഈ ആത്മീയ തലത്തിലെ ഒരു ഹൈ റാങ്കിങ് സ്പിരിറ്റാണ്. അതാണ് നമ്മുടെ അനോയിന്റിങ് നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് വി ഹാവ് ടു പ്രേ. നമ്മളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ബോഡിയും നമ്മുടെ ഫ്ലഷിലും അതിനകത്ത് യാതൊന്നും നമ്മുടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. ഈ ജെസബേൽ സ്പിരിറ്റിന് അഗൻസ്റ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഗേറ്റുകൾ ക്ലോസ് ചെയ്യണം. ഈ പ്രൈവറ്റ് പാർട്ടിൽ അനേക ആൻസിസ്ട്രലായിട്ടുള്ള കേഴ്സസ് ഉണ്ട്, ആൻസിസ്ട്രലായിട്ടുള്ള ഒരുപാട് ഡെയ്റ്റീസ് ഉണ്ട്, ആൻസിസ്ട്രലായിട്ടുള്ള പവേഴ്സ് ഉണ്ട്.
അതുകൊണ്ട് ചിലപ്പോഴേ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ അവരുമായിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേ ഒരു സോൾ ടൈയിലേക്ക് വരും. നിങ്ങളൊരു സോൾ ടൈയിലേക്ക് വരുമ്പോഴേ, ഇപ്പം പുരുഷനായാലും സ്ത്രീ ആയാലും അവരോട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സോൾ ടൈയിലേക്ക് വന്നു കഴിയുമ്പോഴേ യു വിൽ ഇൻഹെറിറ്റ് ദ പ്രോബ്ലംസ് ഓഫ് ദാറ്റ് ഫാമിലി. ആ ഫാമിലിയിലുള്ള എന്തൊക്കെ പ്രശ്നമുണ്ടോ അതെല്ലാം നിങ്ങളുടെ തലമുറകൾക്കായിട്ട് ഇൻഹെറിറ്റ് ചെയ്യാൻ തുടങ്ങും. യു വിൽ ഇൻഹെറിറ്റ് ദ ഡെമൺസ് ഓഫ് ദാറ്റ് ഫാമിലി. ആ ഫാമിലിയിലുള്ള ഏതൊക്കെ പിശാചുക്കളുണ്ടോ അതെല്ലാം നിങ്ങൾ ഇൻഹെറിറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആ ഫാമിലിയിലുള്ള സ്ട്രഗിൾസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഫാമിലിയിലുള്ള കേഴ്സസ് എല്ലാം ഇൻഹെറിറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നിങ്ങളുടെ ദേഹി കറപ്റ്റഡായി പാപത്തിലേക്ക് പോകുന്നതായിട്ട് കാണും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ ദേഹിയാണ് ആദ്യം പാപം ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സിൻ ഓഫ് ദ സോൾ. 1-2 വാക്യങ്ങൾ ഇതുമായിട്ട് ചേർന്ന് ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ്. ഈ ബൈബിളിലെ ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നതിനകത്ത് ശരിക്കും സോൾ എന്നുള്ള മീനിങ്ങിലുള്ള വാക്യങ്ങളാണ്. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാക്യങ്ങൾ 1-2 വാക്യങ്ങൾ നമ്മുടെ സോൾ അല്ലെങ്കിൽ ദേഹിയുടെ രക്ഷ ഇപ്പോഴല്ല വരുന്നത്. ദിസ് ഈസ് ട്രാൻസ്ഫോമിങ് ഡെയിലി. റോമർ 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന കാര്യം, ഈ ട്രാൻസ്ഫോർമേഷൻ, ദിസ് ഈസ് ഗോയിങ് ഓൺ. 1 പത്രോസ് 1:9 നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുമുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ അന്ധമായ ആത്മരക്ഷ എന്ന് പറയുന്നത്, ഈ ആത്മരക്ഷ എന്നുള്ള വേർഡ് റിസീവിങ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത് ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. അതായത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തത്തിലാണ് സോളിൻ്റെ രക്ഷ ഇരിക്കുന്നത്. എന്ത് ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ അന്തത്തിലാണ്, അവസാനമാണ് സോളിൻ്റെ രക്ഷ ഇരിക്കുന്നത്. സോൾസ് ആർ നോട്ട് അറ്റ് സേവ്ഡ് സോ ദാറ്റ് their curses will come. ഈ ശാപങ്ങൾ അവിടെ കയറി വരും. അവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ശാപങ്ങൾ അവിടെ കയറി വരും. അന്നേരം ഓൾ ആൻസെസ്ട്രൽ കേഴ്സ് ആർ ഇൻ ദ സോൾ. നമ്മുടെ ദേഹിക്കകത്താണ് ഈ ശാപങ്ങളെല്ലാം കയറി വരുന്നത്. ദേ ആർ ഇൻ ദ DNA. സോ ദർ ഇസ് എ ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 1:21 ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടവുമായ വചന സൗമ്യതയോട് കൈക്കൊള്ളുവിൻ. ഇവിടെ ആത്മാക്കളെ രക്ഷിക്കാൻ എന്ന് പറയുന്നത് സേവ് യുവർ സോൾസ് എന്നാണ്. അന്നേരം ആത്മാക്കളെ രക്ഷിക്കുന്നത് എന്ത് വെച്ചാണ്? ദൈവത്തിൻ്റെ വചനം, ഉൾനട്ടതുമായ ദൈവത്തിൻ്റെ വചനം. ഈ വചനമാണ് എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും എല്ലാം മാറ്റുന്നത്. അതുകൊണ്ട് വി റിക്വയർ എ ട്രാൻസ്ഫോർമേഷൻ. ഈ കേഴ്സ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകണം. ഇതേറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ദൈവവചനത്തിൽ നമ്മൾ റൂട്ട് ചെയ്തിട്ട് വേണം ഇതിൽ നിന്ന് പോകാനായിട്ട്. അതുകൊണ്ട് ദൈവവചനം ഇവിടെ കൊണ്ടുവന്ന് നിറയണം, നമ്മുടെ ഉള്ളിൽ നിറയണം. സോ ദർ ഇസ് എ വാർഫെയർ. അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ വലിയൊരു യുദ്ധമുണ്ട്. മനസ്സെന്ന് പറയുന്ന സോളില്ല, ദേഹിയിൽ വലിയൊരു യുദ്ധമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഒരു അന്യ പുരുഷനോ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴേ അവിടെ ഒരു സോൾ ടൈം കൂടെ വരികയാണ്. അവരുടെ ഫാമിലിയിലെ, ദാറ്റ് ഈസ് എ സ്പിരിച്വൽ ഹസ്ബൻഡ് ഓർ സ്പിരിച്വൽ വൈഫ്, അവരുടെ ഫാമിലിയിലുള്ള വാട്ട് ആർ ദ തിങ്സ്, എല്ലാ ഡെമോണിക് സിസ്റ്റവും നമ്മളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അതുകൊണ്ട് വി ഷുഡ് നോട്ട് കോംപ്രമൈസ്. ഡാനിയലിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ ഷദ്രക്, മേശക്, അബേദ്നെഗോവിൻ്റെ ജീവിതം നമുക്കറിയാമല്ലോ. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ തീയിൽ കിടന്ന് ചത്താലും ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലേലും ഞങ്ങൾ ആ വിഗ്രഹത്തെ വണങ്ങുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരെ രക്ഷിക്കാനായിട്ട് ദൈവം ഇറങ്ങി വന്നു. നമ്മളത് കാണുന്നു. വി ഷുഡ് നോട്ട് കോംപ്രമൈസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ഞാൻ ഈ ചേർന്ന് പറഞ്ഞ ചില കാര്യങ്ങളാണ്. എന്താണ് ഈ അഡൾട്ടറി അല്ലെങ്കിൽ ഈ ഫോർണിക്കേഷൻ നമ്മൾ ഇൻവോൾവ് ആയിപ്പോയാൽ അവിടെ എങ്ങനെയാണ് ഈവിൾ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്നും ആ ഈവിൾ സ്പിരിറ്റ് കയറിക്കഴിഞ്ഞാൽ അതിനെ ഗെറ്റ് ചെയ്യാനുള്ള പ്രയാസവും, അതുപോലെ അടുത്ത തലമുറകളിലേക്ക് നമ്മുടെ മിനിസ്ട്രിയും നമ്മുടെ ബിസിനസ്സും നമ്മുടെ ഫാമിലി ലൈഫും നമ്മുടെ പിള്ളേരും എല്ലാവരെയും ഏത് രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്യുമെന്നും ഞാനത് പറഞ്ഞു.
നിങ്ങളത് മനസ്സിലാക്കി ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ 2 എപ്പിസോഡിലായിട്ട് ഞാനത് പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ അഡിക്ഷനകത്ത് കെട്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജുകൾ അല്ല പറഞ്ഞത്, എൻഡ് സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജുകൾ അടുത്ത എപ്പിസോഡിൽ പറയാം. എങ്ങനെയാണ് ഇതിലേക്ക് ആയിത്തീരുന്നതെന്നുള്ളത് പറയാം. അവിടെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവം വലിയൊരു വിടുതൽ നമുക്ക് അയക്കും. ദൈവം തരുന്ന വിടുതൽ വലിയ ശക്തിയോടുള്ള ഒരു വിടുതലാണ്. അവൻ്റെ രക്തം തളിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനൊരു കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ അൺക്ലീൻ സ്പിരിറ്റിനെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇടവരുത്തട്ടെ, സഹായിക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദുർനടപ്പ്, അശുദ്ധി, ജീവിതത്തിലുള്ള ദുഷ്കാമം, കർത്താവെ, എല്ലാ അൺക്ലീനായിട്ടുള്ള കാര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മറൈൻ സ്പിരിറ്റും, എല്ലാ ജെസിബേൽ സ്പിരിറ്റും, എല്ലാ റെപ്റ്റൈൽ സ്പിരിറ്റിനെയും, കർത്താവ്, എല്ലാ അൺക്ലീൻ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇനി ചില ആളുകൾ കർത്താവെ ഇതിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരെ നീ അതിൽ നിന്ന് റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേകം ആഗ്രഹത്തോടിരുന്ന് കർത്താവെ കുടുംബ ബന്ധങ്ങൾ വരെ തകർന്നു പോയ, ജീവിതങ്ങൾ തകർന്നു പോയ, ഡൈവേഴ്സിലായ കുടുംബങ്ങൾ വരെ ഉണ്ടല്ലോ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നിൻ്റെ ആത്മാവ് മൂവ് ചെയ്യണം കർത്താവെ. ഇതെല്ലാം ഈ എല്ലാ ബൈൻഡിങ്ങിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ശക്തിയിലെ കർത്താവെ ഇത് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ആധിപത്യവും നിനക്കുള്ളതാണ് കർത്താവെ. നീ കർത്താവെ പല ടെസ്റ്റിൽ കൂടി കടത്തി വിടുന്നതായിരിക്കും. എന്നാലും കർത്താവെ, ഇങ്ങനെയുള്ള ചില കെട്ടുകൾ കർത്താവെ ജീവിതത്തിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്നല്ലോ. ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലിരുന്ന്, ദൈവത്തിൻ്റെ പ്രസൻസിലിരുന്ന് ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുവാൻ, ഈ ആത്മാവിനെ പുറത്താക്കുവാൻ കർത്താവെ നീ സഹായിക്കണമേ, ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ചെറിയ ഇളക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചില വീടുകളിലെ ചില ഇളക്കങ്ങൾ വന്നിട്ടുണ്ട്. ഈ പൈശാചി ശക്തികളുടെ റിലീസ് ചില ഭവനങ്ങൾ വന്നിട്ടുണ്ട്. ദൈവമേ, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായി പോകുവാൻ കർത്താവെ നീ ഇടവരുത്തണമേ, സഹായിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച ചില ഭവനങ്ങളിലെ കർത്താവെ കേഴ്സസ് തലമുറയായിട്ട് വന്നിരിക്കുന്നു കർത്താവെ. ഈ ഡിമോൺസിൻ്റെ ഈ അറ്റാക്കിലുള്ള കേഴ്സസ് യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയൊക്കെ യേശുവിൻ്റെ രക്തം ഞങ്ങളെ തളിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ റിലീസ് ഈ ദിവസങ്ങളിൽ അയക്കുകയും സഹായിക്കുകയും ചെയ്യണം, വിടുവിക്കണം കർത്താവെ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങളിത് വാച്ച് ചെയ്യണം. തുടർമാനമായി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റുകളുടെ കമൻറ്റ് ബോക്സിലിടുക. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ഓൺലൈനായിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നിങ്ങൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ കൂടെ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഫാസ്റ്റിംഗ് പ്രയറിൽ ഞങ്ങളുടെ തേഴ്സ്ഡേയിലുള്ള ഫാസ്റ്റിംഗ് പ്രയറിൽ പ്രയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. വലിയ ഡെലിവറൻസ് ഈ രീതിയിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് അറിയിച്ചാൽ നല്ലതായിരുന്നു. എല്ലാ ദിവസവും നിങ്ങളുടെ ഡിവൈസിൽ ഈ മെസ്സേജുകൾ വരുന്നതാണ്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവ ദിവസങ്ങൾ കൃപ തരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.